ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതിയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീന മുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 20-ാം സർഗം വ്യാഖ്യാനം പറയുന്നു. രാക്ഷസരാജാവായ രാവണൻ സഹോദരനായ വിഭീഷണനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം ശ്രീരാമനെ ശരണം പ്രാപിച്ചു. ശ്രീരാമൻ വിഭീഷണന് അഭയം നൽകുകയും ചെയ്തു. രാക്ഷസന്മാരുടെ വധത്തിലും ലങ്കയെ ആക്രമിക്കുന്നതിലും യഥാശക്തി സഹായം ചെയ്യാമെന്ന് വിഭീഷണനും പറഞ്ഞു. വാനരന്മാരുടെ സൈന്യങ്ങളോടൊപ്പം മഹാസമുദ്രം കടക്കുന്നതെങ്ങനെയെന്ന് ഹനുമാനും സുഗ്രീവനും വിഭീഷണനോട് ചോദിച്ചു. അതിന് വിഭീഷണൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: രാജാവായ രാഘവൻ സാഗരത്തെ ശരണം പ്രാപിക്കണം. അപ്രമേയമായ ഈ മഹാസമുദ്രം സഗരൻ കുഴിപ്പിച്ചതാണ്. സഗരവംശത്തിൽ പിറന്ന രാമന്റെ കാര്യം സമുദ്രം നിറവേറ്റേണ്ടതാണ്. സമുദ്രത്തെ സേവിക്കുക എന്ന വിഭീഷണന്റെ ശുഭവചനം എല്ലാവർക്കും സ്വീകാര്യമായി. അങ്ങനെ ശ്രീരാമൻ സമുദ്രതീരത്ത് ദർഭ വിരിച്ച് അതിൽ യാഗവേദിയിൽ അഗ്നി എന്ന പോലെ ശയിച്ചു. ആ സമയത്ത് രാവണൻ ശുഗനെ ദൂതനായി പറഞ്ഞു അയക്കുന്നു. രാവണന്റെ ഒരു ചാരൻ ആദ്യം തന്നെ ഇവരെ എല്ലാം കാണുകയാണ്. സുഗ്രീവനാൽ സംരക്ഷിക്കപ്പെടുന്ന സേനയെ ശാർദൂലൻ എന്നു പേരായ ഒരു രാക്ഷസൻ വന്നു കണ്ടു. ദുരാത്മാവും രാക്ഷസ രാജാവുമായ രാവണന്റെ ചാരനാണ് ആ നിശാചരൻ. സൈന്യത്തെ എല്ലായിടത്തും ശ്രദ്ധയോടെ നോക്കിക്കണ്ട് തിരിച്ചുപോയി വേഗത്തിൽ ലങ്കയിൽ ചെന്ന് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: അഗാധവും അളവറ്റതുമായ ഈ വാനര വൃക്ഷ സൈന്യം മറ്റൊരു സമുദ്രം പോലെ ഇതാ ലങ്കയെ ലക്ഷ്യമാക്കി വരുന്നു. ദശരഥപുത്രന്മാരും സഹോദരന്മാരുമായ രാമലക്ഷ്മണന്മാർ ഉത്തമമായ ആയുധങ്ങൾ ധരിച്ച് സീതയുടെ സ്ഥാനം തേടി വന്നിരിക്കുന്നു. മഹാദ്യുതേ, അവരുടെ സൈന്യം 10 യോജന ദൂരം ആകാശം മൂടിക്കൊണ്ട് സമുദ്രത്തിന് സമീപമെത്തി നിലകൊള്ളുന്നു. മഹാരാജാവേ, അങ്ങ് വേഗം പരമാർത്ഥം ഗ്രഹിക്കേണ്ടതാണ്. അങ്ങയുടെ ദൂതന്മാർ വേഗം ചെന്ന് കാര്യമറിയണം. സാമമോ ദാനമോ ഭേദമോ ഇവിടെ യഥോചിതം പ്രയോഗിക്കണം. സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇങ്ങനെ 4 ഉപായങ്ങളാണുള്ളത്. അത് യുദ്ധത്തിന് മുമ്പ് തന്നെ ആദ്യം സാമം ദാനം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിലേ ഭേദം, ദണ്ഡം. സാമം ദാനം ഒന്നും എടുത്തില്ല. ഇവിടെ രാവണൻ ഉപയോഗിച്ചത് ഭേദം എന്ന ആ ഉപായമാണ്. ഭിന്നിപ്പിക്കുക, വാനരന്മാരെ, സുഗ്രീവാദികളെ ശ്രീരാമനിൽ നിന്ന് അകറ്റുക, അങ്ങനെ ആ ശക്തി കുറയ്ക്കുക. അതാണ് ഇവിടെ രാവണൻ കണ്ട ഉപായം, ഭേദം. ഏതായാലും സാമമോ ദാനമോ ഭേദമോ ഇവിടെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞ് ആ ഭേദം എന്ന ഉപായമാണ് ഇവിടെ സ്വീകരിച്ചത്. രാവണൻ ചെന്ന് പറയാണ്, ദൂതനെ അയക്കുകയാണ്, ശുഗനെ. രാക്ഷസേശ്വരനായ രാവണൻ ശാർദൂലനായ ആചാരന്റെ വചനം കേട്ട് തന്റെ കാര്യം വേഗം ആലോചിച്ചുറപ്പിച്ച് കാര്യജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ശുഗൻ എന്ന രാക്ഷസനോട് യുക്തമായി പറഞ്ഞു:
ശുകനെ ദൂതനായി വിടാൻ പോകുന്നു രാവണൻ. ശുകനോട് എന്താണ് സന്ദേശം പറഞ്ഞയക്കുന്നത്? സുഗ്രീവനോടായി പറയേണ്ടതാണ്. സുഗ്രീവം ബ്രൂഹി ഗത്വാശു രാജാനം വചനാൻ മമ യഥാ സന്ദേശമക്ലീപം ശ്ലഷ്ണയാ പരയാ ഗിര. നീ വേഗം ചെന്ന് സുഗ്രീവ രാജാവിനോട് എൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ സധീരവും സ്നിഗ്ധവുമായ വിശിഷ്ട വാക്കുകളിൽ പറയണം. നീ വേണ്ട പോലെ നയത്തിൽ കാര്യങ്ങളെല്ലാം സുഗ്രീവനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. എന്താണെന്നല്ലേ ആ സന്ദേശം? അങ്ങ് മഹാരാജകുലത്തിൽ ജനിച്ചവനും മഹാബലവാനും ഋക്ഷരാജപുത്രനുമാണ്. അങ്ങയ്ക്ക് അർത്ഥമോ അനർത്ഥമോ ഇല്ല. എന്നാലും വാനരശ്രേഷ്ഠ, അങ്ങെനിക്ക് സഹോദര തുല്യനാണ്. രാവണന്റെ സന്ദേശമാണ് സുഗ്രീവനുള്ള ആ ശുകൻ കേൾപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറയണമെന്ന് പറയാണ്. ശുകനോട് പറയുന്നേ ഉള്ളൂ. ശുകൻ അതും കൊണ്ടാണ് പോകുന്നത്. സന്ദേശം ആ രാവണന്റെ സന്ദേശമാണ്. അഹം യദ്യഹരം ഭാര്യാം രാജപുത്രസ്യ ധീമതാ കിം തത്ര തവ സുഗ്രീവ കിഷ്കിന്താം പ്രതിഗമ്യതാം. ഞാൻ ശ്രീരാമപത്നിയെ അപഹരിച്ചുവെങ്കിൽ അങ്ങേക്ക് എന്താണ് അതിൽ കാര്യം? അങ്ങയോട് എനിക്ക് ശത്രുതയൊന്നുമില്ല. നീ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകുകയാണ് വേണ്ടത് എന്ന് ആ രാവണൻ തൻ്റെ സന്ദേശത്തിൽ പറയുന്നു. ഈ ലങ്കയിൽ പ്രവേശിക്കാൻ വാനരന്മാർ ഒരു തരത്തിലും ശക്തരല്ല. ദേവഗന്ധർവന്മാർക്കും കഴിയില്ല. പിന്നെയാണോ നരന്മാർക്കും വാനരന്മാർക്കും? രാക്ഷസേന്ദ്രൻ ഇപ്രകാരം നിയോഗിച്ചയച്ച ആ ശുകൻ, രാക്ഷസനായ ശുകൻ പക്ഷിരൂപം ധരിച്ച് വേഗം ആകാശത്തേക്ക് ഉയർന്നു. ആ സന്ദേശവും ധരിച്ചുകൊണ്ട് ശുകൻ സുഗ്രീവന്റെ അടുത്തേക്ക് പോകാണ്. കടലിന്റെ ഉപരിഭാഗത്തിലൂടെ വളരെ ദൂരം പറന്നു ചെന്ന് ആകാശത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനോട് ഈ വാക്യം പറഞ്ഞു. ദുരാത്മാവായ രാവണൻ സന്ദേശിച്ചയച്ച വിധമെല്ലാം അവൻ പറഞ്ഞു. രാവണന്റെ ആ സന്ദേശം അതുപോലെ തന്നെ ആ ശുകൻ സുഗ്രീവനെ അറിയിച്ചു. ദൂതു പറയുന്ന അവനെ വാനരന്മാർ വേഗം ചാടിച്ചെന്ന് കൈചുരുട്ടി ഇടിക്കാനും ചിറകുകൾ പറിക്കാനും തുടങ്ങി. ആ വാനരന്മാരെല്ലാവരും ആ ശുകനെ പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. വാനരന്മാരെല്ലാവരും കൂടി ആ നിശാചരനെ ബലമായി പിടിച്ച് ബന്ധിച്ച് ആകാശത്ത് കൊണ്ടുപോയി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. വാനരന്മാരാൽ പീഡിതനായ ശുകൻ ശ്രീരാമനോട് പറഞ്ഞു, കേണുകൊണ്ട് പറയാണ്, കാകുത്സ്ഥ, ദൂതന്മാർ അവധ്യരാണ്. വാനരന്മാരെ വേണ്ട പോലെ തടഞ്ഞാലും ദൂതിൽ ഏതൊരുവൻ സ്വാമിമതം പറയാതെ സ്വന്തം മതം പറയുന്നോ, ആനുക്തനവാദിയായ ആ ദൂതനാണ് കൊല്ലപ്പെടേണ്ടവൻ. സ്വാമിഹിതം പറയാതെ സ്വന്തം ഇഷ്ടം പറയുന്നത് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദൂതനാണ് കൊല്ലപ്പെടേണ്ടത്. ദൂതന്മാരെ ആരും വധിക്കാൻ പാടില്ല എന്നുള്ള ആ തത്വം ശ്രീരാമനോട് പറയുകയാണ്. ശുകന്റെ പരിദേവനം കേട്ട്, ആ വിലാപം കേട്ട് രാമൻ തല്ലുന്ന വാനരശ്രേഷ്ഠന്മാരോട് അവനെ കൊല്ലരുത് എന്ന് പറയുന്നു. വധിക്കാൻ പാടില്ലെന്ന് വാനരന്മാരോട് പറഞ്ഞു. വാനരന്മാര് അഭയം കൊടുത്തപ്പോൾ അവൻ പറന്ന് വീണ്ടും വാനിൽ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കാണ് സുഗ്രീവനോട്. ചോദിച്ചു, സുഗ്രീവ, സത്വസമ്പന്ന മഹാബല പരാക്രമ, കിം മയാ ഖലു വക്തവ്യോ രാവണോ ലോകരാവണ. സുഗ്രീവ, സത്വസമ്പന്ന മഹാബല പരാക്രമ, വലിയ വലിയ സംബോധനകളൊക്കെയാണ് സുഗ്രീവനെ കുറിച്ച്. ലോകരാവണനായ രാവണനോട് ഞാൻ എന്തു പറയണം? അവിടെ ചെന്ന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ആ ശുകൻ സുഗ്രീവനോട് ചോദിച്ചു. ഏവമുക്ത പ്ലവകാധിപസ്തദാ പ്ലവംഗമാനാം ഋഷഭോ മഹാബല വാചവാക്യം രജനീചരസ്യ ചാരം ശുകം ശുദ്ധമദീനസത്വാ. ഇത് കേട്ട് മഹാബലവാനും അധീനസത്വനും വാനരശ്രേഷ്ഠനുമായ ആ വാനരാധിപൻ സുഗ്രീവൻ രജനീചരന്റെ ചാരനും ശുദ്ധനുമായ ശുകനോട് ഇങ്ങനെ പറഞ്ഞു. രാക്ഷസന്റെ ചാരനാണ്, പക്ഷെ ശുദ്ധമനസ്കനാണ് ആ ശുകൻ. പണ്ട് ബ്രാഹ്മണനായിരുന്നു. ആ രാക്ഷസന്മാരുടെ ചതിയിൽപ്പെട്ട് ശാപം കിട്ടിയിട്ടിങ്ങനെ രാക്ഷസനായി തീർന്നതാണ്. അശുകന്റെ കഥകളൊക്കെ വീണ്ടും പിന്നീട് പറയും. അപ്പൊ കേൾക്കാം. ആ ശുകനോട് അതാണ് പറയുന്നത്, ശുദ്ധനുമായ ആ ശുകനോട് പറയാണ്.
എന്താ, നീ അവിടെ രാവണനോട് പറയണം, എന്താണ്, നീ എനിക്ക് സുഹൃത്തല്ല, അനുകമ്പാർഹനല്ല, ഉപകാരിയല്ല, പ്രിയനുമല്ല. നീ രാമന്റെ വൈരിയാണ്, വധാർഹ. അതിനാൽ നീ ബന്ധുക്കളോടൊത്ത് ബാലിയെപ്പോലെ വധിക്കപ്പെടേണ്ടവനാണ്. പുത്രന്മാരോടും ബന്ധുക്കളോടും നാദികളോടും കൂടി ഞാൻ നിന്നെ വധിക്കും. വമ്പിച്ച സൈന്യത്തോടൊത്ത് ലങ്കയിൽ വന്ന് മുഴുവൻ ലങ്കയും ചുട്ടു ചാമ്പലാക്കും. സുഗ്രീവന്റെ വാക്കുകളാണ്. മൂഢാ രാവണ, നീ ഇന്ദ്രനോടൊത്ത ദേവന്മാരാൽ സംരക്ഷിക്കപ്പെട്ടാലും രാഘവനിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. സൂര്യമാർഗത്തിൽ പോയി ഒളിച്ചിരുന്നാലും പാതാളത്തിൽ പോയി പതുങ്ങിയാലും ഗിരീശന്റെ പാദാംബുജങ്ങളിൽ ശരണമടഞ്ഞാലും നീ അനുജനോടൊത്ത് രാമനാൽ വധിക്കപ്പെടും. എവിടെ പോയി ആരെ ശരണം പ്രാപിച്ചാലും നീ തീർച്ചയായിട്ടും രാമന്റെ കൈ കൊണ്ട് വധിക്കപ്പെടും. അനുജനോടൊത്ത്, അതായത് കുംഭകർണൻ അനുജനാണ്. രാവണനെയും കുംഭകർണനെയും തീർച്ചയായിട്ടും രാമൻ വധിക്കാനായിട്ട് ജന്മം എടുത്തിരിക്കുന്നത് തന്നെ. അപ്പൊ അതവിടെ പറഞ്ഞു. അന്നേരം നിന്നെ രക്ഷിക്കാൻ 3 ലോകങ്ങളിലും പിശാചിനെയോ രാക്ഷസനെയോ ഗന്ധർവനെയോ അസുരനെയോ ഞാൻ കാണുന്നില്ല. അന്ന് നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നീ ജരാവൃദ്ധനും വൃദ്ധരാജനുമായ ജടായുവിനെ വധിച്ചല്ലോ. രാമനോ ലക്ഷ്മണനോ കാണുകയാണോ നീ സീതയെ അപഹരിച്ചത്? ആരെയാണ് നീ മോഷ്ടിച്ചതെന്ന് നീ അറിയുന്നില്ല. മഹാബലവാനും മഹാത്മാവും ദേവന്മാർക്ക് പോലും ദുരാദർശനുമായ രഘുശ്രേഷ്ഠനെ നീ അറിയില്ല. അദ്ദേഹം നിന്റെ പ്രാണൻ അപഹരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ ശ്രീരാമന്റെ പരാക്രമം നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പേനി പറയുന്നത്. ശ്രീരാമന്റെ അമ്മകളുടെ രുചി അറിഞ്ഞാൽ നീ പിന്നെ തീർച്ചയായിട്ടും വീണുപോകും. ഇങ്ങനെ ധിക്കാരം കാണിക്കില്ല. പിന്നീട് ബാലിപുത്രനും കപിസത്തമനായ അംഗദൻ, ബാലിയുടെ പുത്രനായ അംഗദൻ പറയുന്ന വാക്കാണ്, മഹാരാജ, ഇവൻ ദൂതനല്ല, ചാരനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇവൻ സൈന്യങ്ങളെയെല്ലാം തുലനം ചെയ്തു നോക്കി. ഇവൻ ലങ്കയിലേക്ക് പോകരുത്, ഇവനെ പിടിച്ചു കെട്ടണം എന്നാണ് എൻ്റെ അഭിമതം എന്ന അംഗദൻ പറഞ്ഞു. അതനുസരിച്ച് ഉടനെ രാജാവ് കൽപ്പിച്ചതിനാൽ കപികൾ മേൽപോട്ട് ചാടിച്ചെന്ന് അനാഥനെ പോലെ വിലപിക്കുന്ന അവനെ പിടിച്ചുകെട്ടി. അനാഥനെ പോലെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന അശുകനെ വീണ്ടും പിടിച്ചുകെട്ടി. ചാരനാണ്, ദൂതനൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോ വാനരന്മാരെല്ലാം ചെന്ന് ശുകനെ പിടിച്ചുകെട്ടി. ശുഗസ്തു വാനരഛണ്ഡേസ്തത്ര തൈ സംപ്രപീഡിത വ്യാക്രോശതമഹാത്മാനം രാമം ദശരഥാത്മജം. കോപിഷ്ഠരായ കപികളാൽ പീഡിതനായ ശുകൻ മഹാത്മാവും ദശരഥപുത്രനുമായ രാമനെ വിളിച്ച് ആർത്ത് കരഞ്ഞു. ശ്രീരാമനെ വിളിച്ച് കരയാൻ തുടങ്ങി. ശ്രീരാമൻ തന്നെ എല്ലാവർക്കും അഭയം തരുള്ളൂ. രാമനോടാണ് എല്ലാവരും അഭയം അർത്ഥിക്കുന്നത്. ആ ശുകന്റെ പരിദേവനം കേട്ട് ശ്രീരാമൻ എന്താ പറയുന്നത് നോക്കാം. ഈ വാനരന്മാരെന്റെ ചിറകുകൾ പിടിച്ചു പറിക്കുന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ഈ വാനരന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഏതു നാളിൽ ജനിച്ചുവോ ഏതു നാളിൽ മരിക്കുമോ അവക്കിടയിൽ വെച്ച് എന്ത് പാപം ഞാൻ ചെയ്തിരിക്കുമോ അതെല്ലാം ഞാനിപ്പോൾ മരിച്ചു പോയാൽ അങ്ങയിൽ വന്നു ചേരും. ഞാനിപ്പോൾ ഇവരുടെ കയ്യാൽ മരിച്ചു പോകുകയാണെങ്കിൽ ഞാൻ ചെയ്ത പാപമെല്ലാം അങ്ങയിൽ വന്നു ചേരും. അതുകൊണ്ട് ഞാൻ മരിക്കരുത്, ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ശുകൻ ശ്രീരാമനോട് അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥന ശ്രീരാമൻ ചെവിക്കൊണ്ടു. ശരണം പ്രാപിക്കുന്നവർക്ക് അഭയം നൽകുന്ന ആളാണ് ആ ശ്രീരാമൻ. അങ്ങനെയുള്ള ശ്രീരാമന്റെ വാക്ക് കേൾക്കാം. രാമൻ ആ വിലാപം കേട്ട് അവനെ കൊല്ലുന്നത് വിലക്കി. വാനരന്മാരെല്ലാവരും വാനരന്മാരോട് പറഞ്ഞു, വന്ന ദൂതനെ വെറുതെ വിടണം, കൊല്ലാതെ വിടണം എന്ന് പറഞ്ഞു. കൊല്ലാതെ വിട്ടു എങ്കിലും പക്ഷേ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചില്ല. ആശുകനെ കെട്ടിയിട്ടു. എന്താണെന്ന് വെച്ചാൽ അതും ശ്രീരാമന്റെ വാക്ക് കേട്ടിട്ടാണ് ചെയ്തത്. പാലം ചിറകെട്ടി അക്കരെ കടന്ന് ലങ്കയിൽ ചെന്നതിന് ശേഷമാണ് ഈ ശുകനെ നീ അഴിച്ചുവിടുക ആ രാവണന്റെ അടുത്തേക്ക്. അതുവരെ ബന്ധനസ്ഥനായി കിടന്നു ആ ശുകൻ. ശുകന്റെ
ആ കഥയൊക്കെ അവിടെ കിടക്കട്ടെ. ശുഗൻ എന്ന് പറയുന്നതൊക്കെ പിന്നീട് കേൾക്കാൻ. ഇപ്പോൾ ശ്രീരാമൻ സമുദ്രതീരത്ത് ഉപവസിക്കുകയാണ് വരുണനെ. അവിടെ ശ്രീരാമൻ വരുണനോട് എന്താ പറയുന്നതും സമുദ്രത്തോടു കൂടി എന്താണ് ചെയ്യുന്നത്, കോപിഷ്ഠനായിട്ട് ചെയ്യുന്നതെല്ലാം അടുത്ത സർഗത്തിൽ പറയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹീം മഹീഷ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.